ചീത്ത സ്വപ്നോ? അതെന്ത് സ്വപ്നമാടാ? എന്റെ സ്വപ്നത്തില് നില വന്നു. പേടിച്ച് വിറച്ച് എണീറ്റ് ഞാൻ. നില വന്നു? നിലാവ് കണ്ടിട്ടാണോ പേടിച്ചേ? നിലാവ് രാത്രിക്ക് അഴകല്ലേടാ. അത് സ്വപ്നത്തിൽ വന്നാ നല്ലതല്ലേ. അതിലെന്തെത്ര പേടിക്കാനുള്ളേ? മണ്ടി ഐഡിയോട്. ഞാൻ ആകാശത്തിലെ നിലാവിനെ കണ്ടല്ലേ പേടിച്ചത്. എന്റെ ക്ലാസ്സിലൊരു കുട്ടിച്ചാത്തനില്ലേ, ആ നിലയെ കണ്ടാ പേടിച്ചത്. അവൻ തുടങ്ങി. ആ നിലാമോള് നല്ല സാമർത്ഥ്യം കഴിവുള്ള കുട്ടിയല്ലേ. അവളെ കണ്ട് എന്തിനാ നീ പേടിക്കുന്നേ? അച്ഛമ്മേ, വെറുതെ അവളെ മിടിക്കുന്നു പറയാണ്ടിരിക്കുന്നതാ നല്ലത്. പിന്നെ എനിക്ക് ദേഷ്യം വരും. ശരി ശരി, ദേഷ്യപ്പെടണ്ട. നില നിന്റെ സ്വപ്നത്തിൽ വന്ന് എന്താ ചെയ്തത്? ആ അത് അച്ഛമ്മ ഞങ്ങളുടെ ഇടയിൽ മത്സരം ഉണ്ടാക്കിയില്ലേ? അതെ, അടുത്ത എക്സാമില് കൂടുതൽ മാർക്ക് വാങ്ങുന്നവർക്കുള്ള ബെറ്റാ വെച്ചത്. ആ അതില് ആ എന്താ സ്റ്റക്കായത്? ബാക്കിയൂടെ പറ. അതില് നില ജയിക്കുന്ന പോലെയും ഞാൻ തോക്കുന്ന പോലെ ഒരു ബാഡ് ഡ്രീമാ ഞാൻ കണ്ടത്. സമയമാറായി. പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ പറയാറ്. എന്തത്? അല്ല, അങ്ങനെയുള്ള സ്വപ്നം ഫലിക്കാൻ സാധ്യതയില്ലെന്നാ പറഞ്ഞത്. കവിൻ, ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത്. നല്ലോണം പഠിച്ച് അവളെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിച്ചു കാണിക്കേ. അതെ ഡ്യൂഡ്, ഉറങ്ങിക്കൊണ്ടിരുന്ന മാർക്കൊന്നും കിട്ടൂല. ഇങ്ങനെ സ്വപ്നം കണ്ട് പേടിക്കേണ്ടി വരും. ഞാൻ ഉറപ്പായിട്ട് എക്സാമിന് ഫസ്റ്റ് മാർക്ക് വാങ്ങും. ഈ നിലയെ തോപ്പിക്കും. അതിനുവേണ്ടി എന്ത് ഹാർഡ് വർക്ക് ഞാൻ ചെയ്യും. സബാഷ്, ഈ വാശി മാത്രം മതി. ഫസ്റ്റ് മാർക്ക് നിനക്ക് തന്നെ കിട്ടും. ഓ, പോയി ബുക്കെടുത്ത് പഠിക്കേ. അച്ഛമ്മേ, നില സ്വപ്നത്തിൽ വന്നോണ്ട് ഉറക്കം നഷ്ടപ്പെട്ടില്ലേ. ബോഡി ഭയങ്കര ടയർഡായിരിക്കുക. ഒരു അരമണിക്കൂർ ഉറങ്ങിയിട്ട് ഞാൻ എണീറ്റ് പഠിച്ചോളാം. എടാ കവിനെ, കിട്ടുന്ന ഗ്യാപ്പിൽ നിനക്ക് പഠിക്കത്തില്ലേ? അങ്ങനെ അച്ഛനാ പഠിച്ചത്, ഫെയിലായി. അങ്ങനെ ഗ്യാപ്പ് നോക്കിയാണ് പഠിക്കാൻ പാടില്ല അച്ഛാ. പഠിക്കേണ്ട സമയത്താ പഠിക്കേണ്ടത്. ഇന്നൊരു അരമണിക്കൂറുണ്ട്. ഒരു കുഞ്ഞുറക്കം ഉറങ്ങിയേക്കാം. ഭയങ്കര തണുപ്പ്. AC ഒന്ന് കുറച്ച് കുറയ്ക്കേ. എന്റെ മുത്ത് നല്ലോണം ഉറങ്ങിക്കോട്ടെ. തണുപ്പ് കൂടിയാ അവന് ശരിക്കും ഉറങ്ങാനാവില്ല. അതെ, ഇതുപോലെ ഒരു സൗകര്യം ചെയ്തു കൊടുത്താ ഫസ്റ്റ് മാർക്ക് വാങ്ങിയത് തന്നെ. വിടുദേവയാനി, ഇന്നൊരു ദിവസത്തേക്കല്ലേ, അവൻ കുറച്ചേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ. അതെ, നിങ്ങൾ എല്ലാവരും കൂടി ഇവനിങ്ങനെ കൊഞ്ചിക്കുന്നുണ്ടാ. നല്ലത് പറഞ്ഞു കൊടുക്കുന്നവരെ ഇവൻ ശത്രുവായി കാണുന്നത്. ഉത്തരവാദിത്വമൊക്കെ ഈ പ്രായത്തിൽ ഉണ്ടാവേണ്ടതാ. അതെല്ലാം വന്നോളൂന്നേ. ഇനി ആരും പോയില്ലേ? എല്ലാവരും പോ. ആ, മോൻ ഉറങ്ങിക്കോ മോനെ. പോ, എല്ലാരും പോയിക്കോ. പോ. സ്വപ്നത്തിൽ പഠിക്കാൻ പോവാണോ നീ? കഷ്ടം തന്നെ ഇവന്റെ കാര്യം. നിലമോളെ, ഹായ്. അമ്മ എന്തേ? അമ്മ അകത്തുണ്ട്. മറ്റുള്ളവരൊക്കെ എവിടെയായാലും എനിക്കെന്താ, ഞാൻ എന്റെ പേരമോളെ കാണാൻ വന്നതാ. എന്ത് കൂടിപ്പോയാ കുറച്ച് വഴക്ക് പറയും. ഞാൻ എന്റെ നിലമോൾക്ക് വേണ്ടി എന്തും കേൾക്കാൻ തയ്യാറ് തന്നെയാ. എവിടെ? കിച്ചണിലാണോ ഉള്ളത്? ഇല്ല, കുളിക്കാൻ കേറിയതാ. ഓ, കുളിച്ചോട്ടെ. മോക്ക് വേണ്ടി മുത്തശ്ശി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താന്ന് പറ. അറിയില്ലല്ലോ. റവലഡുവാ. നിലമോളെ, മുത്തശ്ശി മോക്ക് വേണ്ടി നല്ല റവലഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ മണം കേട്ടാ തന്നെ വായില് വെള്ളൂറും. കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാ. ചെറുപ്പത്തിലൊക്കെ നിന്റെ അമ്മയ്ക്ക് ഇത് വലിയ ഇഷ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞു വാശി പിടിക്കുമായിരുന്നു. ഇപ്പിത് കഴിച്ചാ പിന്നെ മോളും പറയും. ദാ, കഴിച്ചു നോക്കേ. എനിക്ക് വേണ്ട. എന്താ നിലമോളെ, റവലഡ് നിനക്ക് ഇഷ്ടമില്ല? എനിക്ക് അതൊക്കെ ഇഷ്ടാണ്. പിന്നെന്താ, എന്നാ പിന്നെ കഴിച്ചൂടെ? മുത്തശ്ശി എന്നെ വായ വെച്ചേരാം. വേണ്ട, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും എനിക്കും ഇഷ്ടമല്ല. ഞാനിനി മുത്തശ്ശിയോട് ക്ലോസ് ആവില്ല. അയ്യോ, അങ്ങനെ പറയാതെ മോളെ.
നീയും അമ്മയെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. മുത്തശ്ശി പാവമല്ലേ? പാവം തന്നെയാ, പക്ഷെ എന്റെ അമ്മ പറയണ കേക്കുന്ന തന്നെയല്ലേ കറക്റ്റ്. എന്തോന്ന് കറക്റ്റ്? ഞാൻ ആരെ കാണാനാ വരുന്നേ? എന്റെ നിലമോളെ കാണാനല്ലേ? നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടാലും കുഴപ്പമില്ലാന്ന് വെച്ച് വീണ്ടും വീണ്ടും വരുന്നത് മോളെ കാണാനല്ലേ? എനിക്ക് വേണ്ടി കഴിക്കില്ലേ? ശരി, ഇവിടെ നോക്ക്. മോളുടെ അമ്മ വരുന്നതിന് മുമ്പ് ഇത് വേഗം കഴിക്കേ. ഇത് കഴിച്ചു കഴിഞ്ഞ പിന്നെ മുത്തശ്ശി ശല്യം ചെയ്യാനേ വരില്ല. ഞാൻ അപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. മോക്കും സ്കൂളിൽ പോവാൻ ലേറ്റ് ആവില്ലേ? കഴിക്കുമ്പോളെ. നോ മീൻസ് നോ. ഇത് അമ്മ അറിഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല. അമ്മ വിഷമിച്ച് കരയാൻ പാടില്ല. അമ്മയ്ക്ക് വേണ്ടാത്തൊന്നും എനിക്കും വേണ്ട. ഈ റവലഡ് കഴിച്ചിട്ട് അമ്മ കരയാൻ പോവാ. ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ കരയും. ശരി ശരി, കരയേണ്ട മുത്തശ്ശി. ഇപ്പൊ എന്താ, ആ കയ്യിലിരിക്കുന്നത് ഞാൻ കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളു മോളെ. ഇങ്ങത്താ, വായിലൊന്നും വെച്ചാലുണ്ട, കൈ തന്നാ മതി, ഞാൻ കഴിച്ചോളാം. എന്നാ ശരി. അച്ചോടാ ചക്കര. നന്നായിട്ടുണ്ട്. മുത്തശ്ശി ഒരെണ്ണം കൂടെ തന്നെ. തരാലോ. നിനക്ക് വേണ്ടി എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, മോൾക്ക് ഇഷ്ടായില്ലേ? അതാണ് ഈ ഭാഗ്യലക്ഷ്മി മുത്തശ്ശിയുടെ കൈപ്പുണ്യം എന്ന് പറയുന്നത്. അങ്ങനെയൊന്നൊന്നുമില്ല, എനിക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നാന്ന് കരുതി മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് ചോദിച്ചതാ. ഓ, അമ്മ കുളിക്കാൻ കേറിട്ട് കൊറേ നേരമായല്ലോ. അവള് മെല്ലെ കുളിച്ചിട്ട് വരട്ടെ, വിട്ടേക്ക്. ഒരു ദിവസമെങ്കിലും മുത്തശ്ശിക്ക് മോളോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇന്നെന്റെ നല്ല ദിവസാ. അവളുടെ ചീത്ത കേൾക്കാൻ പറ്റാതെ എന്റെ പൊന്നു മോക്ക് മധുരം തരാൻ പറ്റിയില്ലേ? കഴിക്കേ. അയ്യോ നിലമോളെ, മോളെ നിക്ക് നിക്ക്, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. അടുക്കളയിൽ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വരാം.